നമസ്കാരം. കരിമണൽ സംസ്കരണ കമ്പനിയായിട്ടുള്ള CMRLന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിൽ വലിയ അന്തരമെന്ന് കണ്ടെത്തി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന പ്രാഥമിക തെളിവെടുപ്പിലൂടെയാണ് വ്യക്തമായത്. കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൊട്ടൈൻ നിർമ്മിക്കുന്നതിനുമായിട്ടുള്ള ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും 135 കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറിയ കേസിലാണ് അന്വേഷണം. ആദായ നികുതി വകുപ്പിൻ്റെ CMRL സമർപ്പിച്ച കണക്കുകൾ പ്രകാരം 2023 മാർച്ച് 31 കമ്പനിയുടെ പ്രഖ്യാപിത അറ്റാദായം 73 കോടി രൂപയാണ്. എന്നാൽ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയിൽ കമ്പനിയുടെ യഥാർത്ഥ ലാഭം ഇതിലും അപ്പുറത്താണ്. യഥാർത്ഥ ലാഭത്തിൻ്റെ 1/4 പോലും കമ്പനിയുടെ ആസ്തിയായി മാറിയിട്ടില്ലെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ പണം എന്ത് ചെയ്തു, ആർക്ക് നൽകി എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. 73 കോടി രൂപ അറ്റാദായമുള്ള കമ്പനിക്ക് 135 കോടി രൂപ പലർക്കായി നൽകാൻ കഴിയില്ല എന്ന പ്രാഥമിക നിഗമനത്തിലാണ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. കമ്പനിയുടെ യഥാർത്ഥ വരുമാനം എത്രയാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതെല്ലാം ഷെൽ കമ്പനിയുടെ മറവിലാണ് വെളുപ്പിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇതിനുള്ള ഫോറൻസിക് ഓഡിറ്റിംഗ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.